അതെ സുഹൃത്തുക്കളെന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ കേട്ടോ. നമ്മൾ ആണുങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഈ മരത്തിൽ കയറലും കിണറ്റിലിറങ്ങലും ഒക്കെ വെറും ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അതൊരു ജീവിത മാർഗമാക്കിയെടുത്തൊരു സ്ത്രീയെ പരിചയപ്പെടാൻ പോവാണ്. ഈ സ്ത്രീ ആരാ എന്താന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ അറിയാൻ പറ്റും. ഈ സ്ത്രീയുടെ ഭർത്താവ് ഇതേ ജോലിയായിരുന്നു ചെയ്തത്. എത്ര വലിയ മരാണെങ്കിലും എത്ര ആഴമുള്ള കിണറാണെങ്കിലും ധൈര്യ സമയത്തും ഇറങ്ങി അതിന്റെ ജോലിയെല്ലാം തീർത്ത് കണ്ട് കയറി പോരുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഈ മനുഷ്യൻ മരിച്ചുപോയ അദ്ദേഹം ആരായിരുന്നു എന്ന് അറിയാൻ വേണ്ടി പറ്റും. പറഞ്ഞാൽ നമ്മുടെ കരിമ്പ ഷമീർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഭാര്യയാണ് ഞാൻ ഈ പറഞ്ഞ സ്ത്രീ. കരിമ്പ ഷമീർ എന്ത് ജോലി എടുത്തിട്ടാണോ കുടുംബം പോറ്റിയിരുന്നത്, അതേ ജോലിയിലേക്ക് ഇറങ്ങിക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. കൂടുതൽ വിശേഷങ്ങൾ അവർ തന്നെ പറയും. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാൻ കേട്ടോ. വീഡിയോ അവസാനം വരെ കാണുക. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്തന്റെ പേരെങ്ങനെയായിരുന്നു? സുഹദ ഷമീർ അല്ലേ? അഥവാ നമ്മുടെ മലയാളികൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാമമാണ് കരിമ്പ ഷമീർ എന്ന് പറയുന്നത്. ആ കാലത്തിൽ കുറച്ച് ഇപ്പം മരിച്ചിട്ട് ഒരു വർഷമായോ? ആവുന്നു അല്ലേ? ഓക്കെ. ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് വലിയ മരവും മുറിച്ച് തള്ളിയിടും. അഥവാ ഒരു ആൺ ചെയ്യുന്ന, ഷമീർക്ക് ചെയ്യുന്ന ജോലി എന്താണോ അതേപോലെ ഇപ്പോൾ ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്. അതന്നെയാണ് ഇപ്പോൾ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇക്കാൻ്റെ അതേ മാർഗം തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അത് ഇത് മോളാണ്? മോളാ. ചെറിയ. നിങ്ങൾക്ക് എത്ര മോളാണ് ഷമീർക്കാക്ക്? എനിക്ക് ഷമീർക്കാക്ക് 2 മോളും 2 മക്കള് ആൺകുട്ടികളാണോ അല്ലേ? ഓക്കെ. എന്നിട്ട് ജീവിതമാർഗം ഇപ്പം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. മാർഗം എന്ന് പറഞ്ഞാല് ഷമീർക്ക 2024 മെയ് 30 29-ാം തീയതി മരണപ്പെട്ട് 30-ാം തീയതി നമ്മൾ അടക്കം ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഒരു 9 മാസം 10 മാസം ആയി. ഒരു 4-5 മാസം നമുക്ക് എന്താ പറയാ, ഈ പുതുക്കത്തില് ഒരുപാട് സഹായങ്ങളായാലും ഒരു 2-3 മാസം മരിച്ച ടൈമില് ഒരുപാട് സഹായങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജോലി തരാം, നമ്മള് വീട്ടില് നമ്മളെ മക്കളെ നോക്കിയിട്ട് ഒരു സാധാ കുടുംബിനിയായിട്ട് ജീവിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ നമ്മളെ ഭർത്താവ് മരണപ്പെടുമ്പോൾ നമുക്ക് എന്താണെന്നും ഇല്ലാത്ത ഒരു ഗത്യന്തരമില്ലാതായിപ്പോയി. അപ്പൊ അന്ന് ഈ 4 പുറമുള്ളവരായാലും നമ്മളെ വീട്ടുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മള് അത്യാവശ്യം വേണ്ടപ്പെട്ടവര് ഇന്നും നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മളെ കൂടെ ഞങ്ങളുണ്ട്, എൻ്റെ കൂടെ തളരരുത് എന്നുള്ളതിൽ പിടിച്ചു ധൈര്യം തരാനുള്ളൊരു കുറച്ച് ടീമുകളുണ്ട്. എല്ലാവരും നമ്മൾ ഒരേപോലെ പറയാൻ പാടില്ലല്ലോ. സഹായിച്ചവരെ നമ്മൾ മറന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇതിക്ക് ഞാൻ വേറൊരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാരെ മുന്നിൽ കൂടി ഞാൻ കൈ നീട്ടി നടന്നതാണ്. ജോലിക്ക് വേണ്ടി ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് 4 മക്കള് ആ ഒരു ഇതായി. അപ്പോൾ പിന്നെ നമുക്ക് നല്ല എന്താ പറയാ സുഖജീവിതം ആയതുകൊണ്ട് നമ്മൾ പിന്നെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ചിന്തിച്ചിട്ടില്ല. സുഖമായിട്ട് നമ്മൾ ഈ വീടിന്റെ പുറത്തേക്ക് കൂടെ പോവുക, എവിടെ ഈ വിരൽത്തുമ്പില് നമ്മളെ കുട്ടികളെ എങ്ങനെ എന്ന മാതിരിയാണ് കൊണ്ടുവരുന്നത്. ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഭർത്താവ് നമ്മളെ വിട്ടുപോയി പഠിച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു. അപ്പൊ ആ ഒരു ഇതിൽ നമുക്ക് വല്ലാത്തൊരു വിഷമം, ഇന്നും ആ വിഷമമുണ്ട്. പക്ഷെ നമ്മൾ എന്നും കണ്ണീര് തോരാതെ ഇരുന്ന നമ്മുടെ മക്കൾക്ക് ആരാ തന്നെയുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ 4 മക്കൾക്കുള്ളത്. പിന്നെ നമുക്ക് വീട്ടുകാരുണ്ട് നാട്ടുകാരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്താണോ നമ്മളെ മക്കൾക്ക് അതുള്ളൂ, അവർക്കും ഒരു ധൈര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞമാര് മരം വെട്ടുകാര് കാര്യായി. കാരണം ഇപ്പം എന്നെ അറിയപ്പെടുന്ന ഒരു മരം കയറിപ്പുണ്ട് എന്ന രീതിക്ക് എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്. കാരണം TV-യിലും പേപ്പറിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ സ്ത്രീശക്തി പുരസ്കാരത്തിനുള്ള അവാർഡ് മാർച്ച് 1-ാം തീയതി അതിൽ ഒരു 9 സ്ത്രീകളെ തെരഞ്ഞെടുത്തിന്. അതിലൊരാളെ ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തില്. ഈ മരം കയറ്റം എവിടുന്നാണ്? പിന്നെ ഇതിന്റെ ശേഷം നിങ്ങൾ പഠിച്ചതാണോ? അങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പണിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം പേടിയാണ്. നല്ല ടെൻഷനാണ്. കാരണം പുള്ളി ചെയ്യുന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. അത്രയും റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ് പുള്ളി ചെയ്യണത്. അപ്പൊ പിന്നെ നിങ്ങൾ കാര്യം പറയണ്ടല്ലോ. നല്ല പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പറയൂ ഈ പണി വേണ്ട, നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു വണ്ടി അന്ന് ചെറിയ ഒരു വാൽമാക്കലുണ്ടായിരുന്നു. അപ്പൊ അത് ഓടിയിട്ട് നമുക്ക് ഒരു 1000 രൂപ കിട്ടിയാലും നമ്മൾ ചിലവ് നടത്തും. അപ്പൊ എന്നോട് പറയാം അതൊന്നും കഴിയൂല, നമ്മൾ ചിലവ് പറഞ്ഞ വണ്ടികളും കാര്യങ്ങളും ചെറിയ ബുദ്ധിമുട്ടും ചിലവ് ഒരുപാട് ഇടപാടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൽ തന്നെ തുടർന്ന് പോകുന്നത്. പിന്നെ ഒരുപാട് സഹായിക്കാനെ കൊണ്ട് പറ്റണവും പറ്റാത്ത ഒരുപാട് സഹായങ്ങൾ, അതായത് കൈമയും മറന്നിട്ടാണ് എല്ലാതും ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വയം അവനവൻ്റെ ശരീരം പോലും നോക്കാണ്ട് കുടുംബം പോലും ഒരു പേടി ബേജാറില്ലാണ്ടാണ് പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മളെ ഈ പണിക്ക് എത്തിപ്പെട്ടത് ഞാന്
പിന്നെ ഇത് കണ്ട് പരിചയമുള്ളൂ ഷമീർ ഖാന്റെ ഷൂസും കാര്യങ്ങളും, ഈ ടൂൾസ്, ക്ലംബിങ്, മരത്തിൽ കയറുന്ന ബെൽറ്റ്, സേഫ്റ്റി ബെൽറ്റ്, ജാക്കറ്റ്, ഹെൽമെറ്റ്, എല്ലാ കാര്യങ്ങളും ഷമീർ ഖാന്റെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇട്ടാൽ നമുക്ക് ലൂസാ. ഷൂ ഒക്കെ അവരത് പറഞ്ഞാൽ വലിയ സൈസ് ആണല്ലോ. അപ്പൊ ഞാൻ ഒരു ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ജോലി ചോദിച്ചു പറഞ്ഞു, എനിക്ക് തന്നില്ല, 8ാം ക്ലാസ് ആണ്, നീ +1 10ാം ക്ലാസ് ഒക്കെ പഠിക്കുക, അതുവരെ നമ്മളെ കുട്ടികളെ നമുക്ക് ഭക്ഷണിക്കിടാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മക്കളെ ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ട് വരാം, അല്ലെങ്കിൽ +1 പഠിച്ചിട്ട് വരാൻ പറഞ്ഞു നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് പോവാന്നല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല. ഈ ജോലി തരാന്ന് പറഞ്ഞ വാഗ്ദാനം ചെയ്തവരൊന്നും പിന്നെ ഈ നമ്മളെ ഈ പരിസരത്ത് കൂടി കടന്നു വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുപാട് സുന്ദര മോഹന വാഗ്ദാനങ്ങളായിരിക്കും. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഷമീർക്ക പോയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. കുടുംബത്തിന്റെ പ്രാരാബ്ദത്തിന്റെ പേരിലാണ് ഈ ഒരു ജോലിക്ക് ഇറങ്ങിയത് അല്ലേ? ഈ ഷമീർക്കാക്ക് ബാധ്യതകൾ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബാധ്യതകൾ പറഞ്ഞാൽ നമ്മളെ വീട്ടിലൊക്കെ വേറുള്ള ആവശ്യത്തിനല്ല, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരിലാണ് അങ്ങനെ കുറെ കടങ്ങൾ 35 ലക്ഷം റുപ്യോളം ബാധ്യത ഉണ്ട്. അപ്പൊ നമ്മളെ മക്കളുടെ കാര്യം അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യം ഒന്നുമല്ല എനിക്ക് എന്റെ പുറകില് ഒരുപാട് ഭാരം വന്നത്. ഈ ഒരു 35 ലക്ഷം റുപ്യ പറഞ്ഞാൽ ഞാൻ നിസ്സഹായാവസ്ഥയാണ്. കാരണം ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു സംഭവമാണ്. എന്നാൽ പോലും ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മക്കളെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് 4 മക്കളെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊണ്ട് നടക്കണ ഒരു ഉമ്മയാണെന്ന് പറയാം, ധൈര്യത്തോടു കൂടി പറയാം. കാരണം നമുക്ക് ജീവിക്കാനുള്ളത് ജോലിക്ക് പോയിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. ഇത്രയും വലിയ ബാധ്യത ആലോചിക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. കാരണം അവിടെ നമ്മളോട് വന്ന് ചോദിക്കണവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്, ആ കബറിൽ കിടക്കുന്ന ആൾക്കും അത് ബുദ്ധിമുട്ടാണ്. ഞാൻ വേറെ നിങ്ങളോട് പറയണമെന്ന് തോന്നരുത്. എന്തായാലും നമ്മളെ വീഡിയോ കാണുന്ന ആളുകളിലേക്ക് നിങ്ങൾക്കൊരു സഹായം എന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലും മനസ്സാക്ഷിയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും കൊടുക്കണായിട്ടും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവരോട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതും ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇനി ബാക്കിയുള്ള വിഷയങ്ങൾക്ക് ഞാൻ വരാം. ഈ ഒരു വണ്ടിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പൊ ഈ ഒരു വണ്ടിക്കൊക്കെ വേണ്ടിട്ട് ഒരുപാട് സംഖ്യ കടം വന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു വണ്ടി അല്ല, ഈ വണ്ടി ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇത് എടുക്കാൻ തുടങ്ങിയിട്ടില്ല, ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറങ്ങും നമ്മൾ പൂർണ്ണമായിട്ട് ആ ഒരു മേഖലയിൽ ഉണ്ടാവും. എന്റെ കൂടെ കൂട്ടിയാൽ എനിക്കൊരു ധൈര്യമാണ്. കാരണം ഇപ്പൊ ഞാൻ എന്റെ സാധനങ്ങൾ കൊണ്ടുപോണ് നമ്മുടെ സ്കൂട്ടിയിലാണ്, ഇക്കാന്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം 2 പണിക്കാർ കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരാണ്. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ലൈസൻസ്, സ്കൂട്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ജീപ്പ് ഒന്ന് റെഡിയാക്കി എടുത്താൽ എനിക്ക് ഇതും കൂടി കൂട്ടിയാൽ ഒന്നും കൂടി ഒരു മെച്ചം എന്റെ ജീവിതത്തിൽ വരും. അപ്പൊ ഞാൻ സുഹൃത്തുക്കളെ ഈ വണ്ടിയുടെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന് ഒരുപാട് സംഖ്യ ഈ ഒരു വണ്ടിക്കും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ വീടിന് വേണ്ടിയിട്ടല്ല പുള്ളിക്ക് ഈ 35 ലക്ഷം കടം വന്നിട്ടുള്ളത്. അതൊരു സാമൂഹികമായിട്ടുള്ളൊരു ജീവിയായിരുന്നു. കാരണം നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഓടിയെത്തും, അതിൽ ലാഭമോ ഒന്നും നോക്കാതെ ഓടിയെത്തുന്നൊരു മനസ്സിലായിരുന്നു ഷമീർക്ക് അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു മനുഷ്യൻ്റെ കുടുംബം അഥവാ നന്നായിട്ട് നാടിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ കുടുംബം ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വലിയൊരു ബാധ്യതയിലാണ്. അപ്പോൾ ഞാനിതൊരു ചാരിറ്റി ലെവലിലൊരു വീഡിയോ അല്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും. ഞാനിപ്പോൾ ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ആളല്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്തായാലും അവരുടെ ആ കുടുംബ ജീവിതത്തിൻ്റെ ഒരു കൈത്താങ്ങ്. അപ്പോൾ ഇത്ത പറഞ്ഞ പോലെ തന്നെ ഇത്താക്ക് ജീവിക്കാനുള്ള മാർഗം ഇത്ത കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം പിന്നെ ഭർത്താവ് ചെയ്തിരുന്ന ആ ജോലിയുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതവരങ്ങനെ തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അതെന്തായാലും അതൊന്നും മുഖവിലക്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഒന്ന് അറിയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ പരിസരത്ത് കൂടെ തന്നെയാണോ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത്? ഇപ്പോൾ ഈ പരിസരത്ത് കൂടി പറഞ്ഞാൽ പാലക്കാട്, പറളി, കോങ്ങാട്, പിന്നെ ചുറ്റുവട്ടം കിട്ടുന്നുണ്ട്. എന്തായാലും അറിയുന്നവര്. പിന്നെ കിണർ വൃത്തിയാക്കുക, കുളം വൃത്തിയാക്കുക, എല്ലാ പരിപാടിയും. അല്ല, ഇതില്ല, ഇത് നമ്മൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ ഒരു പരിശീലനം ഷമീർ ഖാന്റെ ഒറ്റ സുഹൃത്ത്, അതായത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട പള്ളിമുക്ക് പറയും. അവിടെ ഞാൻ മൂപ്പര് പറഞ്ഞ ഇവിടെ വന്നപ്പോൾ ഒരിക്കലും ഞാൻ മൂപ്പരെ മുന്നിക്ക് പോലും പ്രത്യക്ഷപ്പെടാത്ത ഒരാളായിരുന്നു. നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുക്കളയിൽ ആ ഒരു ഒതുക്കി കൂടിയ ജീവിതമായിരുന്നു. കാരണം ഞാൻ മൂപ്പരെ ഫസ്റ്റിൽ വിളിക്കുമ്പോൾ അവർ ഇങ്ങനെ ഒരു ടെൻഷനാണ് ചെയ്തത്. കാരണം ടെൻഷനാവുക കാരണം എന്നോട് ചോദിച്ചു, സുഹൃത ഇത് എന്താപ്പോൾ ഞാൻ പറയുക, നമുക്ക് ഇത് ഇതിക്ക് വരുന്നത് കൊണ്ട് നമുക്ക് അഭിമാനമുള്ളൂ. കാരണം തളർന്നിരിക്കാതെ നീ പൊന്തി വരിക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. നമ്മളെ കേരളത്തിൽ എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ മരം വെട്ടാൻ ഇറങ്ങുക, മരത്തിൽ കയറുക പറഞ്ഞാൽ. പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് സ്ത്രീകൾ മരം കയറുമെന്നുള്ളൊരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. അതിലുപരി സങ്കടം, അതിനത്തോളം അത്രയും സാഹചര്യം സങ്കടം, നല്ല വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഇതിൽ എനിക്കുണ്ട് ഭാര്യയും കുട്ടികളും. നാളെ നമ്മളെ അവസ്ഥ എന്താവുന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഞാൻ വന്നാൽ നിങ്ങൾ എനിക്ക് ട്രെയിനിങ് തരുമോ വെച്ചു. നീ വായോ, നീ ധൈര്യത്തോടെ വായോ പറഞ്ഞു. അപ്പോൾ ഞാൻ
പോയി. പിന്നെ അവിടെ ഞാനും രമേഷ് കുമാറും പറഞ്ഞു, നമ്മളെ കൂടെ വർക്ക് ഒരു കൂടപ്പറപ്പിൻ്റെ ഇതാണ്. അതേമാതിരി നമ്മുടെ പത്മനാഭൻ എന്ന പേര്, പക്ഷേ നമ്മൾ പേരെടുത്ത് വിളിച്ചിട്ടില്ല. അച്ഛനെ വിളിക്കുക, സെബീറാക്കി അതെന്നെ വിളിക്കുന്നത് അച്ഛനെ വിളിക്കുക. ഞാനും അത് ഏറ്റെടുത്ത് അവരെ രണ്ടുപേരും കൂടെ കൂട്ടി പിന്നെ ഞങ്ങൾ ഇരിഞ്ഞാലക്കുട പള്ളിമുക്കിൽ പോയി. അങ്ങനെ അവിടെ പോയി മൂപ്പര്, ഞാൻ വീട്ടിലേക്കായിരുന്നു ക്ഷണം, വീട്ടിൽ പോയി അവിടെ ചെന്ന് പിന്നെ അവർ ട്രെയിനിങ് തന്നു. അന്നത്തെ പണി അവർ കളഞ്ഞിട്ടാണ് എനിക്ക് ട്രെയിനിങ് തന്നത്. ഉച്ചയ്ക്ക് ശേഷം പണി ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി വന്ന് നമ്മുടെ നല്ല മനസ്സോട് കൂടിയിട്ട് അവർ വന്ന് ട്രെയിനിങ് തന്ന് അവരെ ഷോറൂമിൽ പോയി എനിക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്, അതേപോലെ തന്നെ ഇവിടെ ഷമീർ ഖാൻ്റെ ഒരു സുഹൃത്താണ്, അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പൊതുമേഖലയിലെ ഒരു പൊതുപ്രവർത്തകനാണ്. ഇപ്പോൾ കല്ലടിക്കോട് സർവീസ് സർവീസിൻ്റെ പ്രസിഡന്റുമാണ് അല്ലേ. അതേപോലെ തന്നെ ഷമീർ ഖാൻ്റെ സഹായനിധിയുടെ ചെയർമാൻ കൺവീനറായിരുന്നു. ഇവരെ ഒരു നിലവിലുള്ള അവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ഷമീറിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബമാണ്, നമുക്കറിയാം. ഷമീറിൻ്റെ അന്നന്ന് ജീവിതം പോറ്റുന്ന ഒരവസ്ഥയായിരുന്നു, നമുക്കറിയാം. ഷമീറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും ഷമീറിൻ്റെ പിന്നെ മരണത്തിന് ശേഷം നാട്ടുകാരൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടി ഷമീറിനെ കുടുംബത്തെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കുടുംബ സഹായ നിധിയൊക്കെ അന്ന് രൂപീകരിച്ചിരുന്നു മരിച്ച സമയത്ത്. ആ സമയത്ത് ആ വീഡിയോ വേണ്ടത്ര നമുക്ക് പിന്നെ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. കാര്യം നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിന്നെ വിഷയമൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് വേണ്ടത്ര പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനോ അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ലഭ്യമാനോ കഴിഞ്ഞില്ല. ഏതായാലും അത് ഒരു വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ കുടുംബത്തിന്. ഒരു സഹായം ലഭിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവർക്കൊരു ജീവിത ഉപാധി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് നമ്മൾ കമ്മിറ്റി ഉദ്ദേശിച്ചിരുന്നു. ഏതായാലും അത് മറ്റൊരു പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് ഇവർ മറ്റൊന്നും നോക്കാതെ അവരുടെ ഷമീറിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരുടെ എക്യുപ്മെൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഷമീർ നേരത്തെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ട് അവരുടെ ഈ പിന്നെ മരം മുറിയുമായി ബന്ധപ്പെട്ട ആ തൊഴിലിലേക്ക് വന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഉപജീവനത്തിന് വേണ്ടി അവർ തന്നെ അധ്വാനിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ കുടുംബം ഇന്ന് എത്തി നിൽക്കുന്നത്. മറക്കമുറ്റാത്ത 3 മക്കളും ആണ്. അവരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ വലിയ പ്രയാസത്തിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ ഉപജീവനത്തിന് വേണ്ടി ഈ വഴി തിരഞ്ഞെടുത്തത്. അതൊരു നിമിത്തമെന്നോണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വനിതാ കമ്മീഷൻ്റെ ഒരു അംഗീകാരമൊക്കെ അവർക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും അംഗീകാരം എന്നതിലൊക്കെ അപ്പുറം അവർക്ക് സാമ്പത്തികമായ പിന്നെ സ്ഥിരത ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ പ്രധാന ലക്ഷ്യം. അപ്പോൾ യൂസഫ് ഖാ, നമ്മൾ ഈ ഒരു ഷമീർ ഖാക്ക് ഇത്രയും ഒരു ബാധ്യത വന്നത് പുള്ളിയുടെ ഉപജീവനത്തുമായി ബന്ധപ്പെട്ടിട്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പൊതുപ്രവർത്തനത്തിന് നടന്നിട്ടാണോ, എങ്ങനെയാണ് സംഭവം? അവൻ്റെ കൂടപ്പിറപ്പാണ് സേവന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഉത്തരാഖണ്ഡിലെ സിൽക്കാര ടണലിൽ ഉണ്ടായിട്ടുള്ള ആ അപകടം ഉണ്ടായ സമയത്ത് അവന് മറ്റൊന്നും ആലോചിക്കാതെ ഇവിടുത്തെ കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് 1 മാസത്തോളം അവിടെ പോയി നിന്നുകൊണ്ട് അവർക്ക് സേവന പ്രവർത്തനം നടത്താനുള്ള പിന്നെ ഒരു സന്മനസ്സാണ്. അപ്പോൾ അത് ഒക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണല്ലോ അതൊക്കെ ചെയ്യേണ്ടി വരിക. കാശ്മീരിലെ പിന്നെ കർഷകർക്ക് മരം കയറ്റം പഠിപ്പിക്കാൻ അവരൊരു NGO ഒരു സംഘടന, മുംബൈയിലുള്ള ഒരു സംഘടന അവരെ കാശ്മീരിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിൻ്റെ യാത്രാ ചെലവും മറ്റൊക്കെ അവർ എടുത്തുവെങ്കിൽ പോലും ഇവരുടെ ഉപജീവനം നിന്നുകൊണ്ടാണല്ലോ അതൊക്കെ പോകുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിൽ ഏത് അപകടം ഉണ്ടായാലും ഏത് പാതിരാത്രി ആയാലും അവിടെ അപകട സ്ഥലത്തേക്ക് എത്തുക, അതുപോലെ തന്നെ സഹായിക്കേണ്ട ആളുകളെ സഹായിക്കുക, മറ്റൊന്നും നോക്കാതെ. ഇപ്പോൾ നമുക്കറിയാം പിന്നെ കോവിഡ് സമയത്ത് ഇപ്പോൾ ഞങ്ങളോടൊന്നും പറയാതെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നെ മുമ്പിൽ പോയി വൈകുന്നേരം രാത്രിയൊക്കെ ഭക്ഷണം പിന്നെ വിതരണം ചെയ്യുകയാണ്. അത് എവിടെ നിന്നാണ് അതിൻ്റെ ഫണ്ട് ഒന്നും നമുക്കറിയില്ല. നമ്മളോടൊന്നും ചോദിക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്യില്ല. ഉള്ള കയ്യിലുള്ള കാശെടുത്ത് അങ്ങനെ ചെലവഴിക്കുന്ന ഒരു പിന്നെ പ്രകൃതമായിരുന്നു പ്രിയപ്പെട്ട ഷമീർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ശ്രമം നടത്തിയിരുന്നു. നിർഭാഗ്യവശാൽ അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഈ പുണ്യമാസമായ ഈ റമദാൻ്റെ സമയത്ത് ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളൊരു റിക്വയർമെന്റ് ആയിട്ട് വെക്കുന്നില്ല, ആരെങ്കിലും അതൊരു ഗുണകരമാവും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അത്തരത്തിലുള്ള പിന്നെ ഇവരുടെ പിന്നെ കുടുംബത്തെ പിന്നെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ സന്മനസ്സുള്ള ആളുകൾ പല വിധത്തിലും ഇപ്പോൾ ഇവർക്ക് ഇവരുടെ ഈ സ്കില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശീലിപ്പിക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ തരത്തിലും ഇവരെ സഹായിക്കാവുന്നതാണ്.
അപ്പോൾ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇവരുടെ ഗൂഗിൾ പേ നമ്പർ, അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സഹായത്തിന് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. പക്ഷേ ആരെങ്കിലുമൊക്കെ സന്മനസ്സുള്ള ഒരു കുടുംബത്തിന്റെ, പ്രത്യേകിച്ച് ഷമീർ ഖാൻ അറിയാത്ത മലയാളികൾ ഒരു പക്ഷേ ഉണ്ടായിക്കോളുന്നില്ല, എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഇൻഷാ അല്ലാ നല്ല സന്മനസ്സുള്ള ആളുകൾ കാണും, അവരെന്തെങ്കിലും സഹായിക്കുന്നത് പ്രത്യാശിക്കാം.